സിദ്ധു സിദ്ധു വാലോർക്ക് സിദ്ധു. ലച്ചു പറഞ്ഞത് സിദ്ധുവിന് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. അതിന് ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തോന്ന് പറഞ്ഞേ? ചേച്ചി, എനിക്കൊരു ഡൗട്ട്. ഇനിയിപ്പോ അളിയ റൂമിനകത്ത് കയറിയത് വല്ല കടുങ്കയും ചെയ്യാനായിരിക്കും. അല്ല, പറയാൻ പറ്റത്തില്ലല്ലോ. ഭാര്യയും അമ്മയുമായുള്ള പ്രശ്നം കാരണം പ്രഷർ താങ്ങാൻ പറ്റാതെ അളിയൻ ചിലപ്പം അല്ല ഭാര്യ അമ്മയും തമ്മിലുള്ള പ്രശ്നോ? അതിന് ഞാനും സിദ്ധുവിന്റെ അമ്മയും തമ്മിൽ എന്തോന്ന് പ്രശ്നം? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമില്ലേ? ഇല്ല. ഒരു പ്രശ്നമില്ലെങ്കിൽ പ്രശ്നമില്ലാത്ത രീതിയിൽ ഡീൽ ചെയ്യണമായിരുന്നു. ചേച്ചി ഇപ്പൊ എന്താ ചെയ്തേ? അതേപോലെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. നൈസിൽ അമ്മയെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെയാണോ അമ്മ, അങ്ങനെയാണോ അമ്മ, സ്നേഹത്തോടെ സംസാരിക്കണമായിരുന്നു. അല്ലെങ്കിൽ അളിയന്റെ അടുത്ത് അങ്ങനെ പറയണമായിരുന്നു. ഇങ്ങനല്ലായിരുന്നു. കരടം പൊത്തിയൊന്നും തന്നാണ്ടല്ലോ. എല്ലാം കൂടെ പുറകെ നടന്ന് പറയേച്ചി 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 എന്നും പറഞ്ഞ് കുത്തി പറയിപ്പിച്ചിട്ട് ഇപ്പൊ പ്ലേറ്റ് കമത്തുന്ന. ലച്ചുവേ, ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. അങ്ങനെ ഞങ്ങൾ എല്ലാരും ചേർന്ന് പറ 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 എന്ന് പറഞ്ഞ നീ എല്ലാം വെട്ടിത്തുറന്ന് പറയാൻ പാടില്ല. ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ പറയേണ്ടാത്തതുണ്ട്. മനസ്സിലായ? മനസ്സിലായി. ഞാനേ നിങ്ങളുടെ അടുത്തൊന്നും കാര്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. കറക്റ്റ്. என்னப்பா இது எல்லாருமா சேர்ந்து நம்ம லெச்சுவ குத்தம் சொல்றீங்க? அவளோட வாய தவறி ஒரு விஷயம் வெளியில வந்தது, அவ்வளவுதானே இருக்கு. വിഷയം വെളിയിൽ വന്നതെന്നാ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരണേ? ഞാനാണ് ഇവിടെ കുറ്റക്കാരിന്നാ? അല്ലേ? എനിക്ക് എല്ലാവരെയും മനസ്സിലായി. സ്ഥലം വിട്, സ്ഥലം വിട്, സ്ഥലം വിട്. എനിക്കൊന്നും മനസ്സിലാവണം. ഞാൻ ഇറങ്ങി പോവാൻ പോകുന്നു. സിദ്ധു ഒന്ന് വാഹാദനെ ഓർക്ക്. എന്റെ കരച്ചിലൊക്കെ മാറി. സിദ്ധു എവിടെ പോണ്? ലച്ചു, ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ലച്ചു, ഞാൻ എന്റെ അമ്മയും അച്ഛനെയും നല്ല രീതിക്ക് സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിലേറെ നീ കൊടുക്കുന്നുണ്ട്. നീ എന്റെ ഭാര്യയാണ്. നിന്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കത്തില്ല. അതുകൊണ്ട് ലച്ചു, ഇതുവരെ ഞാൻ എന്റെ അമ്മയുടെ അടുത്തോ അച്ഛന്റെ അടുത്തോ തിരിച്ചൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഇന്ന് എന്റെ അമ്മയുടെ അടുത്ത് 2 വാക്ക് മുഖത്ത് നോക്കി സംസാരിക്കും. ലച്ചു, ഇനി ഇതുപോലൊരു അനുഭവം നിനക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിലും ചില കാര്യങ്ങളെ മുളയിലെ നുള്ളി കളയണം. സിദ്ധു 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 ഞാൻ പറയുന്നു, ഒന്ന് കേക്ക്. അമ്മ അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല. പിന്നെ പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ ആയി പോയതാണ്. പിന്നെ അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ വെച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അത് ഞാൻ ഇവിടെ ഇപ്പൊ എക്സ്പ്രസ് ചെയ്തേ ഉള്ളൂ. അത് ഇങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ലച്ചു, എന്റെ മൂഡ് മൊത്തത്തിൽ മാറിയിരിക്കുക. എന്റെ കൈ വിട്ടെ. അളിയാ, കൈവിടാൻ പറടാ. അളയാ പോട്ട്. നീ ഇപ്പൊ അളിയൻ ചുമ്മാ അമ്മയടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അളയാ, അളിയ ഇനി അമ്മയടുത്ത് പോയി ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയും ലച്ചേച്ചി പറഞ്ഞിട്ട് അത് കേട്ടിട്ടാണ് അളിയ ഇപ്പൊ പോയി പ്രശ്നം ഉണ്ടാക്കണേന്ന്. சிது, இதெல்லாம் எல்லா ஃபேமிலியிலும் நடக்கிற சின்ன சின்ன விஷயம்தான். அது நீ அங்க போய் சொல்லி இந்த சின்ன சின்ன விஷயத்த பெருசு பண்ண வேண்டாம். சொல்றத கேளுப்பா, போகாம இருப்பா. അതെങ്ങനെയായിരുന്നു ശരിയാവുക? അമ്മയാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാൻ തന്നെ വേണം. അതിനാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നിക്ക, അവിടെ എങ്ങോട്ടാ പോന്നേ? എന്റെ ദൈവം, ഏത് നേരത്താവണം നിന്റെ അടുത്തൊക്കെ പറയാൻ തോന്നിയത്? സിദ്ധു പ്ലീസ്, പറയുന്നൊന്ന് മനസ്സിലാക്ക് നീ. സത്യം പറഞ്ഞാൽ ലച്ചു, എനിക്ക് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് നീ ഒരുപാട് ഇതുപോലെ കരഞ്ഞിട്ടുണ്ടല്ലേ. ഒരു മരുമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞു പോയി ഇരിക്കാനുള്ളൊന്നും അല്ല. ഞാൻ എന്താണ് പോയി ചോദിക്കും. സിദ്ധു 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 സിദ്ധുവേ, ഈ ചെറിയ കാര്യം അവിടെ പോയി സംസാരിച്ച് വലിയ വിഷയം ആക്കണോ? ഇട്ട സിദ്ധു. എന്റെ പൊന്നമ്മായി, ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചില്ലെങ്കിലേ ഇവിടെ ഇതുപോലെ നിന്ന് കരയേണ്ടത് ഞാൻ വീണ്ടും കാണേണ്ടി വരും. എനിക്കത് സഹിക്കത്തില്ല. ഇവളുണ്ടല്ലോ എന്റെ കുടുംബത്തിൽ കയറി വന്ന ലൈറ്റാണ്. ദീപം, ദീപം. ഞാനേ ഒന്ന് കാണിച്ചത്. സിദ്ധു 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 ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറ്റുമോ? സിദ്ധു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കേശു ഒന്ന് പറയടാ. അളയാ അളയാ വാളെ സംസാരിക്കാം. നീ പോവല്ലേ? അതെ, നമുക്കൊന്ന് സംസാരിക്കാം. നടക്ക് 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 നടയളയാ. പോട്ട്. നില്ല് 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 നില്ല്. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം. നിങ്ങൾ എന്നെ എത്ര തടഞ്ഞു വെച്ച് കഴിഞ്ഞാലും ഞാൻ ഇന്ന് എന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് 2 വാക്ക് മുഖത്ത് നോക്കി സംസാരിക്കും. എന്റെ പൊന്നു സിദ്ധു, ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടാതെ. അമ്മ നിങ്ങൾ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ട് പോവാത്തോണ്ടല്ലേ ഇത്രയും ചൂടായത്. ലച്ചു, സത്യം പറഞ്ഞ സിദ്ധു, തെറ്റ് നമ്മുടെ ഭാഗത്താ. മനസ്സിലായല്ലേ അത്? പോടാ അവിടെ നിന്ന്.
അവിടെ ആരോ എന്തോ വരിക്കച്ചക്കയോ അതുപോലെ തന്നെ കൊലയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, കപ്പയൊക്കെ. അപ്പൊ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചോണ്ടിരുന്നത്. നമ്മളാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ട് പോയോ ഇല്ല. അപ്പൊ പിന്നെ ആർക്കാണെങ്കിലും ദേഷ്യം വരൂലേ. പിന്നെ അമ്മ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് വിഷമം വന്നു. അത് എന്നെ വഴക്ക് പറഞ്ഞ പോലെ എൻ്റെ ഒരു തോന്നലാവാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തത്. അല്ലാതെ അമ്മയുടെ ഭാഗത്ത് അവിടെ തെറ്റൊന്നും ഇല്ല. ലച്ചു, നിന്റെ അടുത്ത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് അമ്മ ഇതുപോലെ നിന്നെ കരയിപ്പിച്ചിട്ടുണ്ടോ? പറ ലച്ചു, നീ കൃത്യമായിട്ട് എന്റെ അടുത്ത് പറയണം. അമ്മ നിന്നെ നേരത്തെ കരയിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഒരു തവണ. പക്ഷെ അത് നീ വിചാരിക്കുന്ന പോലെ അല്ല. അമ്മയ്ക്ക് ഞാൻ എന്ന് പറഞ്ഞ ജീവനാണ്. എനിക്ക് എന്റെ അമ്മയുടെ സ്വഭാവം നല്ല കൃത്യമായിട്ട് അറിയാം. കോളേജിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ മടല് വെട്ടിയിട്ട് എന്റെ പുറത്തിട്ട് അടിക്കുമായിരുന്നു. കാരണം ഇന്നെന്താണ് ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് രണ്ട് വാക്ക് സംസാരിച്ചിട്ടേ ഉള്ളൂ. അളിയനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് അളിയന്റെ കയ്യിരിപ്പിന്റെ കൂടുതൽ കാരണം കണ്ടായിരിക്കും. അളിയേടാ, ഞാൻ നല്ല ഡീസന്റ് ആയിരുന്നടാ. അപ്പൊ അത് പിന്നെ ഒരു ദിവസം ഞാൻ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പൊ അമ്മ ചോദിച്ചു എന്താ കഴിക്കാത്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ സമയം 9 ആയി, 10 ആയി, 11 ആയി, 12 ആയി. 12 ആയിട്ടും കഴിക്കാത്തപ്പോ ആരാണെങ്കിലും വഴക്ക് പറയില്ലേ? ഇപ്പൊ ഇവള് കഴിക്കാതിരിക്കുമ്പോ നമ്മൾ വഴക്ക് പറയില്ലേ? അതുപോലെയാണ് അമ്മ എന്നെ ചീത്ത പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരില് എന്റെ അമ്മ എന്റെ ലച്ചൂസിനെ വഴക്ക് പറഞ്ഞിരിക്കുന്നു. കഷ്ടമാണ് എന്റെ അമ്മയുടെ അവസ്ഥ. അളിയന്റെ അവസ്ഥ ഇവിടെ കഷ്ടം. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ കണ്ടിട്ടേ നിങ്ങൾക്ക് ചിലപ്പോ ഓവറായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? അതെന്തുകൊണ്ടാന്നറിയോ? ഇവളോടുള്ള സ്നേഹം കൊണ്ടോ? ഇവളുടെ ആട്ടും തുപ്പും കേട്ട് വെറും പട്ടിയെ പോലെ ഇവളുടെ പുറകെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് ഇവളോടുള്ള സ്നേഹം കൊണ്ടോ? ഞാൻ എന്താണ് ഈ അമ്മയുടെ അടുത്ത് രണ്ടു വാക്ക് സംസാരിച്ചിരിക്കും. അതും ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. സിദ്ധു, സംസാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് നീ വിട്ടുകള. എന്തിനാണ് ഈ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നിനക്ക് എന്റെ അടുത്തുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി. സിദ്ധുവേ, അമ്മ നമ്മളെല്ലാം സ്വന്തം മക്കളെ പോലെ കണ്ടാണ് സ്നേഹിക്കണേ. നീ ആവശ്യമില്ലാതെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാതെ. ஆமா சித்து, குழுப்பழுத்து அம்மா வந்து ரொம்ப பாவம். எப்பவுமே என்ன கனகம் கனகம் சொல்லி பின்னாடி வருவாங்க. ஒரு வேலை கூட இது வரைக்கும் செய்ய அனுப்பவே இல்லை. ஒரு நாளைக்கு நான் வந்து காய்கறி அறியலாமா கேட்டு கத்தி எடுத்த அவ்வளவுதான் வந்து ஒரு அடி அடிச்சாங்க. ஆமா, அது பாசத்தினாலப்பா. എന്റെ അമ്മ ആന്റിനെ അടിച്ചോ? ஆமா, എന്റെ അമ്മ ആന്റിനെ അടിച്ചോ? ഇത് ചോദിക്കണം. ഇതിപ്പോ രണ്ട് വിഷയമായിട്ടുണ്ട് ചോദിക്കാൻ വേണ്ടി. ഇതങ്ങനല്ല സംഭവം. അളിയന്റെ അമ്മയ്ക്ക് നമ്മളെന്ന് പറഞ്ഞാൽ ജീവനാണ്. ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോ എപ്പോ പോയാലും അമ്മ എന്നെ മാർക്കറ്റിൽ പോയി നല്ല വലിയ മീൻ നോക്കി മേടിച്ചോണ്ട് വന്ന് അതിന്റെ തല തന്നെ കറി വെച്ചേര്. നല്ല സൂപ്പർ സ്വയംഭം തലക്കറി. ഈയിടയ്ക്ക് ഞാൻ പോയപ്പോ മട്ടൻ മേടിച്ചോളിയോ. മട്ടൻ എന്ന് പറഞ്ഞ എല്ലായിടത്തും ഇങ്ങോട്ട് ഊരി ഇങ്ങോട്ട് എടുക്കുമ്പോ അകത്തെ ചതയും പുറത്തെ ചതയും എല്ലാം കൂടെ വന്നിട്ട് സൂപ്പർ സാധനമായിരുന്നു. പിന്നെ കൊല ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ തലക്കറി. അളിയൻ കുഴപ്പമില്ലാത്ത അമ്മ ഒന്നും പറയണ്ട. അളിയൻ ഇനി ചേച്ചിയുടെ പേര് അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്കല്ലേ ഇത് മോശം? ചേച്ചിക്ക് അല്ലെങ്കിൽ തന്നെ അവിടെ നല്ല പേരില്ല. അമ്മ പറയുന്ന വാക്കും കേട്ടിട്ടെ ഭാര്യനെ പോയി വഴക്കിടുന്ന ഒരു മണകുടാന്തം ഭർത്താവല്ല ഞാൻ എന്താണേലും പോയി ചോദിക്കോളിയാ. വിടളിയാ പോട്ട്, വിഷയമില്ല. വെറും സിമ്പിൾ കേസ് വിട്ടേക്കിതങ്ങ്. അത് തന്നെ വിട്ട് കാണാൻ സിദ്ധു. എന്തോന്നത്? അത് തന്നെ. സിദ്ധു പോണ്ട. സിദ്ധു போகாத சித்து. പോണ്ടേ, വിട്ടേക്ക് പോട്ട്. ശരി, ഞാൻ പോകുന്നില്ല. പക്ഷെ അമ്മയുടെ അടുത്തേ ഒന്നും പറയാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. സിദ്ധു എന്ത് ചെയ്യാൻ പോണ്? ഞാൻ ഫോൺ വിളിക്കട്ടെ. ആരെ? അമ്മേനെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. കളിക്കല്ലേ സിദ്ധു. എനിക്ക് മനസ്സമാനത്തോടെ ജീവിക്കണം. എന്താ പറഞ്ഞേ? മനസ്സമാധാനത്തോടെ നിനക്ക് ജീവിക്കണമെന്നല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാണ്? ഞാനിപ്പൊ വിളിച്ച് എന്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ നിന്നെ വിളിച്ച് നിന്റെ തല തിന്നുന്നല്ലേ? എനിക്ക് കുറെ കാര്യങ്ങൾ ഇപ്പോഴാണ് ക്ലിയർ ആയത്. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് പല സംഭവങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ എന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഫോണിൽ എന്റെ പൊന്നളിയ എന്തോന്നത്? എന്തിനാണ് ചുമ്മാ ആവശ്യമില്ലാതെ എഴുതാപ്പുറം വായിക്കണത്? ഇപ്പൊ ഇവിടെ നിലവില് ഒരു പൊട്ടാസേ പൊട്ടിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ കൂടി ഇനി മാലപ്പടക്കം ഇട്ട് പൊട്ടിക്കല്ലേ? ഇപ്പൊ ഞാനാണല്ലോ ഇവിടെ മാലപ്പടക്കം പൊട്ടിക്കുന്നത്.
ഇവിടെ എന്റെ അമ്മയുടെ ഉപയോഗം ഒരു അടിമയെ പോലെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ ഇനി എന്തൊരു തേങ്ങ പറയണത്? ഇവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീഴുന്ന പോലും എനിക്ക് സഹിക്കത്തില്ല. എന്തൊരയ്യേ? അയ്യോ സിദ്ധുവിന്റെ അച്ഛൻ വിളിക്കുന്നു. ഫോണൊക്കെ തരാം, പക്ഷെ സംസാരിച്ച് അലമ്പാക്കരുത്. ഫോൺ തരാനാ ഞാൻ പറഞ്ഞേ. അളെ ചുമ്മാ അലമ്പാക്കല്ലേ. സിദ്ധുവേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ സിദ്ധു. சிது சொல்றத கேளுப்பா, ஒன்னும் சொல்லாதப்பா. അളിയ ഒന്നും പറയല്ലേ. അച്ഛോ പറഞ്ഞു. എങ്ങനെ? ആ വരുന്നുണ്ടോ അവര്? ചിറ്റപ്പനും ചിറ്റമ്മയാ? ആ ഞാൻ നോക്കട്ടെ. ആ വരാം. ആ ഞാനേ അമ്മയുടെ അടുത്ത് ഫോൺ കൊടുക്കണമെന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാൻ പോയതാ. പിന്നെ നിങ്ങളൊക്കെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ഞാനൊരു കാര്യം മനസ്സിൽ പറയണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ ഞാനത് പറഞ്ഞിരിക്കും. അളിയൻ ഇത്രയൊക്കെ ദേഷ്യപ്പെടുവോ? നിങ്ങളൊക്കെ സിദ്ധുവിന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. സിദ്ധുവിന്റെ മറ്റൊരു മുഖം നിങ്ങൾ ഇന്ന് കാണും. ആ ദാ വിളിക്കുന്നു എന്റെ അമ്മ. സിദ്ധു അമ്മയടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കണേ. ഞാൻ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ജീവനാണ്. ലച്ചു നീ ഇതിൽ ഇടപെടരുത്. ഇത് ഞാനും എന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നം. എന്താ അമ്മേ? ഇല്ല ഒരു കുഴപ്പമില്ല. പിന്നൊന്നുമില്ല അമ്മ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അമ്മ കഴിച്ചായിരുന്നോ? ആ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. ഞാനിവിടെ ദോശയും സാമ്പാറും കഴിച്ചു. ആ അച്ഛൻ വിളിച്ചായിരുന്നു. അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ് ചിറ്റപ്പനും ചിറ്റമ്മയും കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് വീട്ടിൽ എത്തണമെന്നു ലച്ചുനെയും കൂട്ടി വരാൻ പറഞ്ഞു. ആ അതിനെന്താ അമ്മ, ഞങ്ങൾ എത്താലോ, കറക്റ്റ് ടൈമിൽ തന്നെ എത്താം. ഇല്ല ലച്ചൂടെ ഉണ്ട്. അവളിപ്പൊ അമ്മയുടെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ. വല്ലാതെ മിസ് ചെയ്യുന്നു പാവം. ആ രാവിലെ 8 മണിക്ക് തന്നെ എത്താം. ഓ ഞാൻ പറയാം. ശരി അമ്മ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഓക്കെ അമ്മ. ലച്ചു നാളെ രാവിലെ 8 മണിക്ക് തന്നെ നമ്മുടെ വീട്ടിലെത്തണം. ചിറ്റപ്പനും ചിറ്റമ്മയും വരുന്നുണ്ട്. അപ്പൊ നമ്മള് 2 പേരും അവിടെ വേണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. കേട്ടല്ലോ? ഞാൻ പോയിട്ടെ നാളെ ഇടാനുള്ള ഷർട്ടും പാന്റും ഒക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കട്ടെ, അല്ലെങ്കിൽ ലേറ്റ് ആവും. നീ ചുമ്മാ ഒരുങ്ങി സമയമൊന്നും കളയരുത് കേട്ടോ. ലച്ചു പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും ഇവിടെ കുട്ടികളായിട്ട് കളിഞ്ചിരിയായിട്ടൊക്കെ ഇരിക്കുമല്ലേ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ വീട്ടിൽ പോയി അച്ഛന്റെയും അമ്മയുടെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. നീ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്താ ലച്ചു ശ്രദ്ധിക്കാത്ത? നിനക്കിവിടെ മലമറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ. പിന്നെ ലച്ചു, അമ്മ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നീ ചുമ്മാ തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. ഞാനേ പുറത്തു പോയിട്ട് കുറച്ച് ജിലേബി മേടിക്കട്ടെ. അമ്മയ്ക്ക് ജിലേബി ഭയങ്കര ഇഷ്ടം. ജിലേബി മേടിച്ചില്ലെങ്കിൽ അമ്മ മടല വെട്ടി അടിക്കുമായിരിക്കും അല്ലേ? അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു.